ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ എ ആണ് ആൻസർ, ലാഹോർ കോൺഗ്രസ് സമ്മേളനം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, സിവിൽ നിയമലംഘനം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, സുഭാഷ് ചന്ദ്രബോസ്. ഇപ്പോൾ വായിച്ച 3 റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ, ഉറപ്പായിട്ടും പഠിച്ചിരിക്കണേ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ആരാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ബാലഗംഗാധര തിലക്. ആറാമത്തെ ക്വസ്റ്റ്യൻ, സ്വത്തവകാശ മൗലികാവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഒരുപാട് തവണ ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ, 44-ാം ഭരണഘടനാ ഭേദഗതി. വർഷം ചോദിക്കാറുണ്ട്, ഒരുപാട് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. 1978 കേട്ടോ 44-ാം ഭരണഘടനാ ഭേദഗതി. 42-ാം ഭരണഘടനാ ഭേദഗതി ആണെങ്കിൽ 1976.